കുടുംബജീവിതം ഭദ്രമാക്കാൻ കേരളം സാധ്യമാക്കൂ സർക്കാരെ. പുറത്തു പോകൂ, കടന്നു പോകൂ, ലഹരി മാഫിയ പുറത്തു പോകൂ. വിജയിക്കട്ടെ, വിജയിക്കട്ടെ. വേണ്ട വേണ്ട ലഹരി വിഷം വേണം ഞങ്ങൾക്ക് കേരളം. ലഹരിയില്ല കേരളം. യുവത്വത്തെ സംരക്ഷിക്കാൻ നടപടി വേണം സർക്കാരെ. അമ്മമാരെ, സഹോദരിമാരെ, ലഹരിക്കെതിരെ ഒന്നിക്കാം. ലഹരി ശൃംഖല തകർത്തിടൂ, നമ്മുടെ നാടിനെ രക്ഷിക്കൂ. ലഹരി വേണ്ട, ലഹരി വേണ്ട, ലഹരിയില്ല കേരളം. അതെ, ലഹരി മാഫിയ തുലയട്ടെ, ഭാവി കാത്തിടൂ. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഇവിടെ തൊട്ട് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് യുവതലമുറക്കാർ നമ്മുടെ പുതിയ ഭാവിയിലേക്ക് നന്മയ്ക്കായി വരേണ്ട കൊച്ചു കുഞ്ഞുങ്ങൾ വരെ രാസലഹരി ഉപയോഗിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുകയാണ്. അതുമാത്രമല്ല, ഇപ്പോ ഈ ഇടക്കാലങ്ങളിൽ പോലും ചെറുപ്പക്കാരായ കുട്ടികൾ സ്കൂൾ കോളേജ് തലത്തിലുള്ള യുവ തലമുറയിൽ പെടുന്ന കുട്ടികൾ ഉൾപ്പെടെ, അതായത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ മിഠായിയുടെ തരത്തിലും ചോക്ലേറ്റിന്റെ തരത്തിലും മറ്റ് ഷോപ്പുകൾ നടത്തുന്ന ആൾക്കാർ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പദാർത്ഥങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും അവരതിൻ്റെ രുചി അറിഞ്ഞ് വീണ്ടും അത് തന്നെ വീണ്ടും ഉപയോഗിക്കുവാൻ സാധ്യമാവുകയും അത് വീടുകളിൽ പോയി ബഹളം വയ്ക്കുകയും അങ്ങനെയുള്ള ഒരു ആ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ തന്നെ കുടുംബജീവിതം നശിപ്പിക്കുകയും അച്ഛനമ്മമാരെ തിരിച്ചറിയുന്നില്ല, സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല, അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയുന്നില്ല, എന്തിനു പറയുന്ന സ്വന്തം കൂടപ്പിറപ്പുകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ യുവതലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ, ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളം ഒരുപാട് മുന്നിലാണ്. ഏതൊക്കെ സർക്കാർ മാറി മാറി വന്നിരുന്നാലും ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ എല്ലാവരും ഈ പറയുന്ന ധർണയും ഇതുമെല്ലാം സംഘടിപ്പിക്കുന്നുവെങ്കിലും ഒന്നും പ്രാവർത്തികമാകുന്നില്ല. അപ്പോൾ അത് നമ്മുടെ പോലെയുള്ള ഹിന്ദു ഐക്യവേദി, മഹിളാ ഐക്യവേദി ഇങ്ങനെയുള്ള സംഘടനകൾ ഇതിന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാതെ ഇനിയെങ്കിലും വരും തലമുറയെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ, കുടുംബജീവിതം ഭദ്രമാക്കാൻ. ജയ് ജയ് ഹിന്ദു ഐക്യവേദി. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തന്നെ അഭിമാനമായ ആരാധ്യയായ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മഹിളാ ഐക്യവേദി ഒരു ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തിയിരുന്നു ലഹരിക്കെതിരെ. അപ്പോൾ അത് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ആയിരക്കണക്കിന് ഒപ്പുകൾ ശേഖരിച്ച നിവേദനമായിട്ട് എക്സൈസ് മിനിസ്റ്റർ
കൈമാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇതാ മഹിളാ ഐക്യവേദി ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടവുമായി ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തിയിരിക്കുകയാണ്. ഈ മഹിളാ ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ലക്ഷ്യം, എന്താണ് ലഹരിക്കെതിരെ പോരാടാമെന്നത് കുറച്ചത്? അതെ, മുമ്പും മഹിളാ ഐക്യവേദി ലഹരിക്കെതിരെയും മറ്റ് സാമൂഹിക വിപത്തുകൾക്കെതിരെയും നമ്മൾ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും വർഷം തോറും, അതായത് അത്തം മുതൽ ചതയം തിരുവോണം വരെ മദ്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ ഐക്യവേദി എല്ലാ ജില്ലാ കളക്ടർമാർക്കും കേരള എക്സൈസ് വകുപ്പിനുമൊക്കെ നിവേദനം സമർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി, മുമ്പ് ആൺകുട്ടികൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളുടെയും ലഹരിക്ക് അടിമകളാണ് പല ഇടങ്ങളിലും. അതായത് നമ്മുടെ ഡെപ്യൂട്ടി മേയർ സംസാരിച്ചതുപോലെ നമ്മുടെ അമ്മയാര് സഹോദരി ആര് എന്ന് പോലും തിരിച്ചറിയാനാകാത്ത അവസ്ഥയിൽ ലഹരി ഉപയോഗിക്കുന്നു. ഈ ലഹരി വ്യാപനം അവൻ്റെ ശരീരത്തെയും കാർന്നു തിന്ന് മനസ്സ് നശിക്കുമ്പോഴാണ് പലരും നമ്മൾ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഉദ്ദേശം ലഹരി പൂർണ്ണമായും ഒഴിവാക്കുക, ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുക, അവരുടെ ഭാവി ഞങ്ങൾക്ക് സുതാര്യമാക്കണം. അപ്പം ഞങ്ങൾ ഒരു കൂട്ടം അമ്മമാർ, ഇത് ഒരു സൂചനയാണ്, ഞങ്ങൾ ഒരു കൂട്ടം അമ്മമാർ എന്തിനും, ഞങ്ങൾ ലഹരി വ്യാപനം തടയാൻ എന്തിനും ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് ഞങ്ങൾ ഓരോ ജില്ലയിലും 10,000-കണക്കിന് ഒപ്പുകൾ ശേഖരിച്ചിട്ടുണ്ട് ലഹരിക്കെതിരെ. പല പ്രമുഖരും സാധാരണക്കാരും പല വിദ്യാലയങ്ങളിലും മറ്റ് ഗവൺമെൻറ് ഓഫീസുകളിലും ഒക്കെ ഞങ്ങൾ ഒപ്പുകൾ ശേഖരിച്ച് ഇന്ന് ഈ ധർണയ്ക്ക് ശേഷം എക്സൈസ് മന്ത്രിക്ക് ഞങ്ങൾ നിവേദനം ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും ലഹരി തടയുക, അതായത് വിദ്യാലയങ്ങളുടെ സമീപത്തുള്ള ലഹരി വ്യാപനം കർശനമായി നിരോധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്ന്. അത് ക്രമേണ മദ്യശാലകൾ അടച്ചുപൂട്ടുക, വോട്ട് നേടി ജനങ്ങളെ കബളിപ്പിച്ചതാണ് മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്നും മദ്യനയം തിരുത്തുമെന്നും ഒക്കെ പറഞ്ഞിട്ട്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടായിട്ടില്ല. പകരം ഉണ്ടായത് വീര്യം കുറഞ്ഞ മദ്യം നികുതി ഇളവിൽ വിൽക്കാനുള്ളൊരു ശ്രമമാണ്. അത് ഒഴിവാക്കുക, മദ്യനയം തിരുത്തുക, അതുപോലെ മദ്യശാലകൾ ക്രമമായി അടച്ചുപൂട്ടുക. ഇതൊക്കെയാണ് മഹിളാ ഐക്യവേദിയുടെ ആവശ്യം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു വശത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വില കുറയ്ക്കുന്നു, മറുവശത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നു. ഇതൊരു വിരോധാഭാസമാണെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മഹിളാ ഐക്യവേദിയുടെയും ഒരു അഭിപ്രായം അത് തന്നെയാണോ? ഓപ്പറേഷൻ തൂഫാനെ പറ്റി എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് അത് പ്രഖ്യാപിക്കുമ്പോൾ സന്തോഷമുണ്ട്, ഓരോ മലയാളിക്കും സന്തോഷമുണ്ട്, കാരണം പ്രത്യേകിച്ച് അമ്മമാർക്കും സന്തോഷമുണ്ട്. പക്ഷേ അതിന് പിന്നിൽ അവരെ ജനങ്ങളെ കബളിപ്പിക്കുക, അങ്ങനെ അത് ഉണ്ടാകരുത്. കാരണം നമുക്കറിയാം, അവരിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കുറഞ്ഞ ബഡ്ജറ്റിൽ കൊടുക്കുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മാത്രം ഒരു ഉദ്ദേശമല്ല, ആവശ്യമല്ല. കാരണം നമ്മുടെ ദക്ഷിണേന്ത്യൻ മദ്യലോബിക്ക് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ഘടകത്തിൻ്റെ ഒരു സപ്പോർട്ടാണത്. അത് സാധാരണക്കാർക്കും അറിയാം. അത് ഞങ്ങൾ എന്തായാലും കേരളത്തിൽ അനുവദിക്കില്ല. അപ്പോൾ ഈ തൂഫാൻ ഒരു മറയാക്കിക്കൊണ്ട് അവരവരുടെ വരുമാനം കൂട്ടാനും ഒക്കെ ആയിട്ട് മദ്യത്തെ ഉപയോഗിക്കുകയാണ്. അത് വേണ്ട, നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കൂ. തൂഫാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ തൂഫാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെ സുതാര്യമാക്കുക, ശരിക്കും കർശനമായും സത്യസന്ധമായി ആ തൂഫാൻ ആ മേഖലയിൽ പ്രവർത്തിക്കട്ടെ. തീർച്ചയായും 10 വർഷക്കാലം LDF സർക്കാർ ഭരിച്ചു. നമ്മൾ കാണുമ്പോൾ അവരുടെ ഈ 10 വർഷക്കാലം നമ്മൾ കണ്ടത് ഓരോ പുതിയ മദ്യശാലകൾ തുറക്കുന്നതാണ്. ഒരുപാട് കേസുകൾ, രാസലഹരി ഉപയോഗിക്കുന്നത് പോലും ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടു. അപ്പോൾ അടുത്ത സർക്കാർ ഈ ഇടതുകാലിലെ മന്ത് വലതുകാലിലോട്ട് വെച്ചതാണെന്ന് അറിയാമെങ്കിലും വലത് സർക്കാർ വന്നപ്പോൾ നമുക്കൊരു പ്രതീക്ഷ. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ പോലും മദ്യം ലഹരിയൊക്കെ കുറിച്ചൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അതിനെതിരെ നടപടിയെടുക്കുമെന്നും മദ്യശാലകൾ ക്രമമായി അടച്ചുപൂട്ടുമെന്നും മദ്യനയം തിരുത്തുമെന്നും. പക്ഷെ അതൊന്നും ഇക്കാലയളവിലൊന്നും അത് ഉണ്ടായിട്ടില്ല. പൂർണ്ണമായും സത്യസന്ധമായി ശക്തിപ്പെടുത്തുക. മുന്നോട്ട് പോകും. ഇപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മൾ ലഹരിക്കെതിരെ ഇന്ന് നിവേദനമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സംസ്ഥാന ഘടകം ആലോചിച്ചിട്ട് തുടർ നടപടികൾ എന്തായാലും ഉണ്ടാവും.